തോറ്റൂലേ? തോറ്റു തോറ്റൂലേ? തോറ്റു. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. മുമ്പുണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വോട്ടുകൾ, ഏകദേശം 7000-ഓളം വോട്ടുകൾ കയറി. അപ്പൊ അത്രയും പേര് നമ്മളുടെ കൂടെ കൂടി എന്നുള്ളതാണ്, നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. എല്ലാം മാനവും പോയി. ഭയങ്കര വിഷമിക്കല പാപ്പിച്ചായ. പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? ഇലക്ഷനിൽ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. അതിലുപരി ഒട്ടും തന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരാതിരുന്ന എനിക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. എല്ലാത്തിലും സജീവമായിട്ട് നിൽക്കുക എന്നുള്ളതിനാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇപ്പൊ രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തിലും വളരെ സജീവമായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എല്ലാത്തിലും വളരെ സജീവമായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം. മത്സരിക്കോ? തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ അടുത്ത തവണ എന്നല്ല, എപ്പോഴും മത്സരത്തിന് ഞാനുണ്ടാവും. എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനാ? ചക്ക ജനങ്ങളിലെത്തി പറയാൻ വന്നത് പൂർത്തിയായി. അല്ല, അതാ പറയാം, റിയലി ഹാപ്പി ഫോർ ദാറ്റ് 7000 വോട്ട്സ് എന്നാ പറയാൻ വന്നത്. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. എന്തായാലും വലിയ സന്തോഷമുണ്ട് വോട്ട് ഉയർത്താൻ കഴിഞ്ഞതിൽ എന്ന് പറയുകയാണ് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും. പോട്ടെ രാധേ, പോട്ടെ എന്തു, പോട്ടെ തോട്ടെ MLA. ചിരിക്കലടാ പൊട്ട.